അതെ, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബനാന ബ്ലോസം സാലഡാണ്. വാഴച്ചുണ്ട് കൊണ്ടുള്ള ഈ സാലഡ് നല്ല ടേസ്റ്റിയും സ്റ്റൊമക്ക് ഫില്ലിങ്ങും ആണ്. പ്രമേഹ രോഗികൾക്കും കൊളസ്ട്രോൾ, അമിതവണ്ണമുള്ളവർ ഇവർക്കൊക്കെ പറ്റിയ സാലഡാണിത്. ഈ സാലഡ് ഉണ്ടാക്കാൻ ഏത്തവാഴയുടെ കൂമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് നീളത്തിൽ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പുറത്തെ കട്ടി കൂടിയ തൊലിയെല്ലാം മാറ്റിയപ്പോൾ കിട്ടിയ അതിനുള്ളിലെ പൂക്കളും എടുത്തിട്ടുണ്ട്. ഈ പൂ കണ്ടോ? ഈ പൂവിൻ്റെ നടുക്കുള്ള പിസ്റ്റൽ എന്ന് പറയുന്ന ഈ ഭാഗം നമുക്ക് എടുത്തു മാറ്റാം. ഇതിന് ഇച്ചിരി കട്ടിയുണ്ട്. അതുപോലെ തന്നെ ആ തേൻ ശേഖരിക്കുന്ന ഭാഗവും നമുക്ക് എടുത്തു മാറ്റാം. ഞാനിവിടെ 2 പാത്രത്തിൽ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വീതം വിനാഗിരി ഒഴിച്ചു വെക്കാം. ഇപ്പോൾ എടുത്തു വെച്ച പൂക്കളും വാഴക്കൂമ്പിൻ്റെ ഇതൾ അരിഞ്ഞതും എടുത്തു വെക്കാനാണിത്. എടുത്തു വെച്ച പൂക്കൾ ഈ വിനാഗിരി വെള്ളത്തിൽ മുക്കി വയ്ക്കാം. വാഴക്കൂമ്പിൻ്റെ കട്ടിയുള്ള വയലറ്റ് നിറത്തിലുള്ള ഇതളുകളെല്ലാം അടർത്തി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇനി ഇതും വിനാഗിരി വെള്ളത്തിൽ സോക്ക് ചെയ്ത് അരമണിക്കൂർ വയ്ക്കാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കറയൊട്ടും ഉണ്ടാവുകയില്ല. ഇനി നമുക്ക് സാലഡിനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കാം. ക്യുക്കമ്പർ സ്ക്വയർ പീസസായി കട്ട് ചെയ്ത് വെക്കാം. ക്യാരറ്റ് നമുക്ക് ജൂലിയൻ ചെയ്ത് വെക്കാം. 4 ലീഫ് ചൈനീസ് ക്യാബേജ് ഉണ്ട്. ഇത് വലിയ പീസസായി കട്ട് ചെയ്ത് വെക്കാം. മീഡിയം സൈസ് സബോള ചെറുതായി ചോപ്പ് ചെയ്ത് വെക്കാം. 2 പച്ചമുളകും ഇതിനോടുകൂടി ചോപ്പ് ചെയ്ത് വെക്കാം. ഇനി സാലഡിൽ ചേർക്കാൻ 4 ഇതൾ ബേസിൽ ലീഫും കറിവേപ്പിലയുടെ കുറച്ച് തളിരിലയും പുതിന ഇലയും മല്ലിയിലയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഫൈനായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുത്ത് വെക്കാം. ഇനി നമുക്ക് അരമണിക്കൂറായി വിനാഗിരി വെള്ളത്തിൽ ഇട്ടിരുന്ന വാഴക്കൂമ്പിൻ്റെ പൂവും ഹാർട്ടും വെള്ളം വാലാനായിട്ട് വെക്കാം. എന്നിട്ട് പൂവ് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് സാലഡ് ഡ്രസ്സിംഗ് തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ ബ്രൗൺ ഷുഗറും 1 ടീസ്പൂൺ സോയാ സോസും 3 ടീസ്പൂൺ ഫിഷ് സോസും നമുക്ക് ചേർക്കാം. അതിലേക്ക് 1 നാരങ്ങയുടെ ജ്യൂസ് പിഴിഞ്ഞ് ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇനി ഒരു വലിയ ബൗളിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയും പച്ചമുളകും ക്യാരറ്റും പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സാലഡ് ഡ്രസ്സിങ്ങും ചേർത്ത് കൈവച്ച് നന്നായി തിരുമ്മി യോജിപ്പിക്കുക. ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സോസിനെല്ലാം ഉപ്പുള്ളത് കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇട്ട് കൊടുത്ത്
നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വാഴക്കൂമ്പും പൂവും മല്ലിയിലയും പുതിന ഇലയും ബേസിൽ ലീഫും എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചനാ കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം 2 സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്ത ശേഷം ഉപ്പ്, സാലഡ് ഡ്രസ്സിങ് ഇവയൊക്കെ പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ ബനാന ബ്ലോസം സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ശ്രദ്ധിക്കാനുള്ള ഒരു പ്രത്യേക കാര്യം, നമ്മൾ സാലഡ് ഡ്രസ്സിങ് ചേർക്കുന്നത് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിരിക്കണം. ഇനി ഗാർണിഷ് ചെയ്യാനായിട്ട് മുകളിലേക്ക് കുറച്ച് വെള്ളക്കടലയും ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെസമേ സീഡ്സ് അഥവാ വെള്ള എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. ടേസ്റ്റി ആയിട്ടുള്ള ഈ സാലഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.